വിചാരം നമ്മൾ ഓടുന്നതും ചാടുന്നതും ചിരിക്കുന്നതും അല്ലെങ്കിൽ കൊച്ചു കാണിക്കുന്നതൊക്കെ എന്തെങ്കിലും അടിച്ചിട്ടാണെന്നാണ്. എന്തെങ്കിലും അടിക്കാൻ വേണ്ടി കാശുണ്ടാക്കാനുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊരു പട്ടിണി കിടന്നാലും ചെയ്യും. അതായത് പറഞ്ഞാൽ ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അതറിയുള്ളൂ. എന്നോട് ഷൈൻ പറഞ്ഞത് ഇന്നൊരു പ്രത്യേക മൂഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ടൂറിസത്തിന്റെ അകത്ത് വേണ്ടത് എന്താണെന്ന് മദ്യം. നമ്മള് ടൂർ പോണത് എന്താണ് മെയിൻ പരിപാടി? ഒരു തൊള്ളിട്ട് കുപ്പി വാങ്ങിയിട്ടല്ല പോവുക. അത് അടിച്ചു വിട്ടാണ് അല്ലേ? അദ്ദേഹത്തിന്റെ പരാതി എന്താ വെച്ചാൽ തൃശ്ശൂരിലെ 11 മണിക്ക് ശേഷം മൊത്തം കേരളത്തിൽ രാവിലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് തുറക്കേണ്ടതാണ് മദ്യഷാപ്പ്. അതൊരു 10 മണിയൊക്കെ ആകുമ്പോൾ 10 മണിയാകുമ്പോഴേക്ക് ഇത് അടയ്ക്കും. ഒരാൾ മദ്യപിക്കണം പോകുന്ന സമയത്ത് ഇത് അടയ്ക്കുക. ഇത് ഈ മിൽമ പാല് ഉച്ചയ്ക്ക് ഇറക്കിയിട്ട് കാര്യമുണ്ടാ രാവിലെ ഇറക്കണം. അപ്പൊ ഓരോ പ്രൊഡക്റ്റ് ഇറക്കേണ്ടതിന് അതിൻ്റെതായ സമയമുണ്ട്. അല്ലേ? ഇത് ആൾക്കാർ മദ്യപിക്കണം വിചാരിക്കണം. നമ്മൾക്ക് ബീവറേജും കൂട്ടി ഏത് ബാറും കൂട്ടി ഇതൊക്കെ രാത്രി തുറന്നു ആ കെട്ടിടം പൊളിച്ചു കളയാനില്ല. 24 മണിക്കൂറായി കൂടെ ചെയ്തുകൂടെ? അല്ല, ഞാൻ ചോദിക്കാം, ഒരു ടൂറിസം ഉണ്ടാവണമെങ്കിൽ മെയിൻ ആളുകൾ നോക്കുക. നമ്മൾ പോയിട്ട് നമ്മളെല്ലാ ടൂറിസം വിളിക്കണം. പുറത്തുനിന്ന് വരുന്ന ആളുകളെ അല്ലെ? പുറത്തുനിന്നുള്ള മണി വരണൂടെ? അതിനാദ്യം ഫ്ലൈറ്റ് വേണം. അതേ ഇല്ല നമ്മുടെ അവിടേക്ക് ഫ്ലൈറ്റ്. പിന്നെ രണ്ടാമത് നോക്കുക മദ്യം അവൈലബിൾ ആണോ അല്ലേ? അതിന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഹിൽ ഏരിയയിലൊക്കെ ബാറേ ഇല്ല. ഈ കുട്ടിക്കാലത്ത് നമ്മൾ പോയ ഷൂട്ടിങ്ങിന് ബാറില്ല. മെയിനായിട്ട് നിന്നാണ് ഇൻകം വരുന്നത്. എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിനെ ആർക്കും ഒട്ടും അങ്ങോട്ട് ഇഷ്ടമല്ല. എല്ലാവരും അടിക്കും. എല്ലാവരും വെറുതെ ചാലൊഴിച്ച് കളയാനതല്ലോ അല്ലേ? ഇത് ലീഗലായതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇല്ലീഗലായതൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ ഈ ഇടയ്ക്ക് കൊമ്പൻ എന്ന് പറഞ്ഞൊരു ബാറ് ഉദ്ഘാടനം ചെയ്യാൻ പോയി. ലിസബത്തിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ബാറ് ഹോട്ടലിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ ബാറിന്റെ ഉദ്ഘാടനം. ഞാനീ ഒരു റീഹാബ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് ബാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉദ്ഘാടനം ചെയ്യാൻ വന്നു വരും ചെയ്തു. ഞാൻ പറഞ്ഞു, ഇത് മദ്യം ലീഗലായതുകൊണ്ടും ബാറ് ലീഗലായതുകൊണ്ടും ഇത് ഉദ്ഘാടനം ചെയ്യണോണ്ട് എനിക്ക് പ്രശ്നമില്ല. ഇല്ലല്ലോ, നമ്മളെ ഇവിടെ ബാറ് നടത്താൻ മദ്യം വിൽക്കാം. പക്ഷെ കുടിച്ചാൽ ഭയങ്കര പ്രശ്നമായി. കുടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ കുടിക്കുന്നവരോട് എന്തൊക്കെ ഇത്ര ഭയങ്കര ബഹുമാനില്ലാത്ത പെരുമാറുന്നു. അതിലും മോശമായിട്ടാണ് വലിക്കുന്നവരോട്. അല്ല, ഞാൻ പറയുന്നതാണ് നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടെ വിൽക്കാം, പക്ഷെ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോ സിഗരറ്റ് ഉണ്ട് കേട്ടോ, അതൊന്നും വലിക്കണം എന്നല്ല ഞാൻ പറയണം. ഈ സിഗരറ്റ് പബ്ലിക്കായിട്ട് വലിക്കാൻ പാടുമോ? എന്നാ പ്രൈവറ്റ് ആയിട്ട് ഹോട്ടൽ റൂമിൽ വലിക്കാൻ പാടില്ല. പിന്നെ ഇത് എവിടെ ഇരുന്നിട്ട് കഷ്ടപ്പെടില്ല. ഒരു സാധനം വിൽക്കാമെന്നാൽ സാധനം ഉപയോഗിക്കാനുള്ള സ്ഥലമില്ല. തന്നെ മണ്ടക്കാശകൾ കൊടുക്കുന്നുണ്ടോ? പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ ഈ പറയുന്ന മീഡിയകളിലൂടെ ഒക്കെ തന്നെയാണ് സിഗരറ്റ് ആണെങ്കിലും മദ്യമാണെങ്കിലും ആളുകളിലേക്ക് എത്തിച്ചത്. ആദ്യം ഏത് മെയ്ഡ് ഫോർ ഈച്ച് അതർ ബിൽസ് വേൾഡ് കപ്പ് ബാക്ക് പേപ്പർ എല്ലാതും ആളുകളിലേക്ക് പ്രചരിപ്പിച്ചത് ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. ഇവരൊക്കെ തന്നെയാണ് ഇപ്പൊ നോ സ്മോക്കിംഗ് എന്ന് പറയുന്നത്, മദ്യപിക്കരുതെന്ന് പറയുന്നത്. ശീലമായി കഴിഞ്ഞല്ലോ, ഇനി മാറ്റം പറ്റില്ല. ഇനിയിപ്പോ നോ സ്മോക്കിംഗ് എന്നുള്ള ബോർഡ് കാണുമ്പോഴാണ് നമുക്ക് അഡിക്ഷൻ കൂടുതൽ. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഉള്ള ശീലം കുട്ടികളിൽ ഉണ്ടാക്കണം. അല്ലാതെ അത് പാടില്ല എന്ന് 24 മണിക്കൂറും പറഞ്ഞാൽ അവര് പാടും. കാരണം അരുത് എന്ന് പറയുന്ന ഒരു വാക്കാണ് അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഒരാളെ പ്രേരിപ്പിക്കുന്നത് അല്ലേ? ആ പണം കഴിക്കരുതെന്ന് പറഞ്ഞപ്പോ ആ പഴയ കഴിച്ചു. ഒരു പഴം കഴിച്ചിട്ട് അപ്പൊ 24 മണിക്കൂർ നമ്മുടെ മാധ്യമങ്ങൾ ഇതന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജനിച്ചു വരുന്ന കൊച്ചുങ്ങളിപ്പോ അമ്മാന്നല്ല അമ്മാന്നാ പറയണം. ഞാൻ പറയണെന്താന്ന് മനസ്സിലായോ? അടിനാശം വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ചർച്ച. അതിന്റെ മെയിൻ വിഷയം എന്താണ്? ഡ്രഗ്സിനെതിരെ ബ്ലാക്ക് അഫ്ഗാനി. അതിന്റെ ഫോർമുല പുള്ളി പറഞ്ഞു. ഇതാണ് പുതിയതായി കണ്ടുപിടിക്കേണ്ട. പുതിയതൊക്കെ ഇങ്ങനെ വരട്ടെ. അപ്പോ എന്റെ അനിയത്തിമാര് രണ്ടുപേരും ന്യൂസിലൻഡിലാണ്.
അവിടെ യൂണിവേഴ്സിറ്റിയുടെ നടുവില് ഡ്രഗ് പ്യൂരിഫൈ ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനൊരു ബിൽഡിംഗ് ഡ്രഗ് ടെസ്റ്റ്. അപ്പൊ അനിയത്തി ചോദിച്ചു ഡ്രഗ് നമ്മുടെ ബ്ലഡ് അങ്ങനത്തെ ടെസ്റ്റ് ചെയ്യണം. നോക്കുമ്പോ എന്താണ്, അവിടത്തെ കുട്ടികൾക്ക് പുറമേ നിന്ന് കിട്ടുന്ന ലഹരികൾ അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം, പ്യൂർ ആണോ എന്നറിയാം. പ്യൂർ അല്ലെങ്കിൽ അതാരാണോ അവർക്ക് കൊടുത്ത് അവർക്കെതിരെ ശിക്ഷ. അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ അടിച്ചു നടക്കില്ല, അടി കുറവാ അവിടെ. ഇത് അരുതരുതെന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ അടക്കി വെക്കുമ്പോ ഇത് കൂടുള്ളൂ. ചർച്ച ചെയ്യരുത് അധികം. കുട്ടികൾ കേൾക്കാതെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് വീട്ടിലില്ലേ, ഭാര്യ ഭർത്താക്കന്മാർക്ക് അറിയാം. അവര് കുട്ടികൾ ഓർമ്മില്ലാത്ത സമയത്തോ ഉറങ്ങിയ സമയത്തൊക്കെയാണ് ഇത് ചർച്ച ചെയ്യുക. കുട്ടികൾ കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ ഭർത്താവിന്റെ മറ്റേ ബന്ധങ്ങളും അല്ലെ ഭാര്യയുടെ ബന്ധങ്ങളൊക്കെ കുട്ടികളുടെ മുന്നിൽ ചർച്ച ചെയ്യൂ? ഇല്ല, ചർച്ച ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ. അപ്പൊ ചർച്ച ചെയ്യാൻ പാടാത്ത കാര്യങ്ങള് ഫുൾ ടൈം നാലാളെ വിളിച്ച് ഈ അങ്ങോട്ട് ചർച്ച, ഇങ്ങോട്ട് ചർച്ച, അവിടെ ചർച്ച, മെസ്സേജ് അയച്ചു, ഇങ്ങോട്ട് ആള് തോണ്ടി പിടിച്ചു. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതല്ല മാധ്യമങ്ങളിലൂടെ. മാധ്യമങ്ങൾ എന്താണ് ചർച്ച ചെയ്യേണ്ടത്? പ്രൊഡക്റ്റീവ് ആവാനും മുന്നോട്ട് പോവാനും. അതുവഴി ഒരു നാട് നിൽക്കും. ആൾക്കാരെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു നാട് വളരില്ല. വളരുമോ? എന്താ വളരുക? തമ്മിലുള്ള ദേഷ്യവും വിദ്വേഷവും. അതുവഴി തല്ല്. അപ്പൊ നല്ല മേളായി, നല്ല വാർത്തയായി, നാല് പത്രം കൂടുതലായി, അല്ലേ? അപ്പോ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എല്ലാ കുറ്റവും സിനിമാകാർക്ക് മെയിനായിട്ട് വരും, അല്ലേ? അറിയില്ലേ? എന്തുണ്ടെങ്കിലും സിനിമാകാരൻ നിർത്താ വരാം. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ഓണത്തിനാണ് കമ്മീഷൻ വന്നല്ലോ ഇവിടെ, എല്ലാവരെയും വലിച്ച് തേച്ചു ഒട്ടിച്ചു, ഡോർമ മുട്ടി മെസ്സേജ് അയച്ചവർക്കൊക്കെ പ്രശ്നം. മെസ്സേജ് അയക്കാനുള്ളതല്ലേ, ഡോർമ മുട്ടാനുള്ളതല്ലേ? അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഓണം വരെ അങ്ങോട്ട് നാറ്റിച്ചിട്ട് ഓണത്തിന് പരിപാടിക്ക് വിളിക്കുന്നത് അവരെ തന്നെ. അല്ല, അതുകൊണ്ടായിരിക്കും അല്ലേ, അയാൾ കൂടുതൽ വായിക്കണമല്ലോ. അപ്പൊ എനിക്കാണെങ്കിലും ബാക്കിയുള്ള ഓരോ പ്രശ്നങ്ങൾ കേൾക്കാനും കുറ്റം കേൾക്കാനൊക്കെ നല്ല രസമല്ലേ? നമ്മുടെ നമ്മളാണ് പ്രശ്നം. ഇവിടെ ആളുകളെ പറ്റി പറയാൻ പാടില്ല, ആളുകളുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ അത് ആരാണെന്ന് ഇവർക്ക് പത്രത്തിലടിച്ചു വിടാം. അതെന്താണ് ഏതാണെന്ന് അറിയുന്നതിന് മുന്നേ പിന്നെ അതയാണ്ട് പാടും. ഏതുവരെ? അയാൾ മരിക്കണവരെ. മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആവാം, അല്ലേ? അതെന്തുകൊണ്ടാ? മരിക്കണവരെ അയാൾ കുറ്റം പറയും, അതാണ് കച്ചവടം. മരിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റി സങ്കടം പറയാ, അതാണ് കച്ചവടം, അല്ലേ? കച്ചവടമാണല്ലോ. പക്ഷെ നേരം അറിയുന്നതാണ് കച്ചവടത്തിൽ. ഈ കൂട്ടായ്മ ഉണ്ടാവണം. ഈ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം. എല്ലാ ആൾക്കാരെ തമ്മിൽ അടിച്ചിട്ട് എത്ര കാലം ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? പറ്റുമോ? പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മളും ദൈവവും തമ്മിൽ ബന്ധമുള്ള പോലെ, അല്ലേ? നമ്മളും മതവും തമ്മിലല്ല, നമ്മളും ദൈവവും തമ്മിലാണ്. അതിന്റെ ഇടയിൽ ആരും പാടില്ല, ആരും പാടില്ല. ആരാണ് നിങ്ങളെ ഈ ഭൂമിയിലേക്ക് ഇട്ടത്? ദൈവമല്ലേ? ആരാ നിങ്ങൾക്ക് കൊച്ചുങ്ങളെ തന്നത്? ദൈവം. അതിന്റെ ഇടയിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ കയറി വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ തമ്മിൽ അടിപ്പിക്കാനും മുതലെടുക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടികളാണ്. ഞാനും മനുഷ്യൻ, നീക്കും മനുഷ്യൻ, അല്ലേ? മനുഷ്യൻ എന്ന് പറഞ്ഞ ആണും പെണ്ണും പെട്ടതാ. ഇതിൽ ആണുങ്ങൾ പെണ്ണുങ്ങളും കുറ്റം പറയും, പെണ്ണുങ്ങൾ ആണുങ്ങളും കുറ്റം പറയാം. അങ്ങനെ ഒരു ഫാഷൻ കിട്ടൂടാ. എല്ലാം വ്യക്തികളാണ്, എല്ലാം മനുഷ്യരാണ്. ആണും പെണ്ണും കൂടിയതാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യനാണ് പ്രധാനം. അപ്പോ തന്നെ പോലെയാണ് മറ്റുള്ളവർ. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാവുന്നതുള്ള പ്രശ്നം, അല്ലേ? അപ്പൊ നിർത്തുന്നതല്ല നല്ലത്. താങ്ക് യു.